ഇന്ന് നമുക്ക് പ്രോഗ്രാം വരുന്നത് ഇരുമ്പുഴിയാണ്. മലപ്പുറത്തണ്ട ഇരുമ്പുഴി. അപ്പുറത്തെ വെള്ളപ്പം, ഞാൻ പൊറോട്ട, പൊറോട്ട. ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പ്രോഗ്രാം ഉള്ളത് കേട്ടോ, ഇരുമ്പുഴി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം ഇന്ന് ഫുൾ വീഡിയോ എടുക്കാൻ നോക്കാം. സാധാരണ അവിടെയും ഇവിടെയും ഇങ്ങനെ തലയും പാലും ഇല്ലാതെയാണ് വീഡിയോ എടുക്കാറ്. ഫുൾ വീഡിയോ എടുത്തൂടെ? അതെ 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 അതെ, ഒരുപാട് കമന്റ്സ് വെറുതെ കേട്ടോ. അതെ അതെ, ഫുൾ തിരക്ക്. ലൊക്കേഷൻ ആയതുകൊണ്ട്. ഇപ്പൊ പറഞ്ഞതൊക്കെ വെറും തള്ളലാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. പിന്നെ അടുത്തിരിക്കുന്ന ആൾക്കും വലിയ സ്വബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും, അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത, ആരും മടി കാണിച്ച് നിൽക്കാറില്ല. എല്ലാവരും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഓഡിറ്റോറിയം നമ്മൾ കണ്ടു. അവിടെ ബാഗെല്ലാം ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇരുമ്പുഴിയാണ് ഓഡിറ്റോറിയം വരുന്നത്. അവിടെ ഒരു പാലുണ്ട്, പാലത്തിൻ്റെ അക്കരെയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമുക്ക് മേക്കപ്പും ഡ്രസ്സും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ടൈം വേണം. ഇപ്പോൾ നമുക്കതെല്ലാം ചെയ്ത് നമുക്കത് സ്പീഡായതുകൊണ്ട് നമ്മൾ പണ്ടത്തെക്കാളും കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര ടെൻഷൻ ഇല്ല. എന്നാലും ചില ദിവസങ്ങളിൽ നമുക്ക് മടിയാണ്. ഇന്നും നമ്മൾ വൈറ്റ് തന്നെയാണ് കേട്ടോ. വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് വൈറ്റ് ഡ്രസ്സ് വേണം എൻട്രിക്കും സ്റ്റേജിലും ഈ കോസ്റ്റ്യൂമിൽ നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ചുട്ടിയായില്ലേ ഞാൻ, ചോട്ടാബീൻ്റെ ചുട്ടി. ഈ സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ആവും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ഹൈലൈറ്റർ നമ്മളത് എല്ലായിടത്തും ഇടും. എല്ലായിടത്തും ഇട്ട് കഴിയുമ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. നമുക്ക് കണ്ണെഴുതാനുണ്ട്, ലിപ്സ്റ്റിക് ഇടണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം നമുക്ക് ടൈം കുറച്ച് കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓർണമെൻറ്റ്സ്. റൂമിൽ നല്ല സൗണ്ടാണ്, ഫാൻ ഇട്ടേണ്ടി നമ്മളെല്ലാവരും സംസാരിക്കുന്നതിൻ്റെ എല്ലാം കൂടെ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ സൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം അതൊന്ന് ക്ഷമിച്ചു തരിക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സെയിം കോസ്റ്റ്യൂം, സെയിം ഓർണമെൻറ്റ്സ്, എല്ലാം സെയിം സാധനമാണ്. ചെറിയൊരു പ്രാക്ടീസിലാണ് നമ്മുടെ എൻട്രി. പ്രാക്ടീസ് ചെയ്യാണ്. നിക്കാഹ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞ ഉടനെ നമ്മുടെ എൻട്രി ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫുൾ ഡ്രസ്സിൻ്റെ, അതായത് മേക്കപ്പും പിന്നെ ഇത് കെട്ടുന്നതും എല്ലാത്തിൻ്റെയും ഒരു ഫുൾ വീഡിയോ, ലോങ് വീഡിയോ ഞാൻ ഇടും. ഇപ്പം അതിനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടുന്നില്ല. കാരണം പെട്ടെന്ന് അവർ എൻട്രി ഡാൻസൊക്കെ പറയുമ്പോൾ നമ്മൾ വേഗം മാറ്റണം. അപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടുന്നില്ല. ചില സ്ഥലത്ത് നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലവും കിട്ടുന്നില്ല. അപ്പോൾ ഈ റൂമൊക്കെ വളരെ ചെറിയ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫുൾ മേക്കപ്പിൻ്റെ വീഡിയോ ഞാനിടുന്നത്. മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പുട്ടി അടിച്ചു അത്രേ ഉള്ളൂ. അതായത് നന്നായി മേക്കപ്പ് ഇടുന്ന ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ ഓടിക്കും. പഠിച്ചോ? സെറ്റല്ലേ അമൃത? വെറും ഷോയാണ്, പട്ടി ഷോയാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ എൻട്രി ആവാറായിട്ടുണ്ട്. അപ്പം എന്തായാലും എൻട്രി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എൻട്രി കഴിഞ്ഞു. സെയിം കോസ്റ്റ്യൂമിൽ തന്നെ നമ്മൾ ഒരു ഡാൻസ് കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് വരുന്നത്. എന്താണ് ശരി പറയാനുള്ളത്? സ്റ്റേജിൽ നല്ല പാട്ടും ഡാൻസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. ഞങ്ങളതിന് തൊട്ട് പിന്നിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വന്നു. ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കോസ്റ്റ്യൂം മാറ്റാണ്. അപ്പോൾ ഒപ്പനയുടെ ഡ്രസ്സ് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഒപ്പന കഴിഞ്ഞു. ഒപ്പന കഴിഞ്ഞ് ആകെ വിയർത്ത് 2 ഒപ്പനയായിരുന്നു കേട്ടോ ഒരുമിച്ച്. ഇനിയിപ്പോൾ ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് നമുക്ക് ആക്കണം. അപ്പോൾ ഇതെല്ലാം അഴിച്ച് വെക്കണം. അപ്പം മെല്ലെ മെല്ലെ നമ്മളിത് അഴിച്ച് വെക്കട്ടെ. ഒപ്പന
ഒപ്പന കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷീണമാണ് കേട്ടോ. കാരണം നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് കളിക്കുന്നില്ല. ഞാനാണെങ്കിൽ ഡ്രസ്സിലും മാലയിലും തട്ടത്തിലൊക്കെ കുറച്ച് എക്സ്ട്രാ പിന്ന് കുത്തി വെക്കും കേട്ടോ. കാരണം എനിക്ക് കളിക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട് കളിക്കണം. കളി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതെല്ലാം അഴിച്ച് വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നും. അറബിയാണ് നമുക്ക് ഞാൻ എടുത്തത് കേട്ടോ. അപ്പം അതിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിട്ടിട്ട് ഞാൻ കാണിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബോക്സ് എല്ലാം ഈ റൂമിൻ്റെ കോല എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. പക്ഷെ ഇവിടെ കുറേ പേര് ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം കാണിച്ചു തരാം. എല്ലാം പാക്ക് ചെയ്യണം, വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. അത്ര തന്നെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് കോസ്റ്റ്യൂം വരുന്നത്. ഒരു അറബി സ്റ്റൈൽ കേട്ടോ. നമുക്ക് പുതിയ അറബിയുടെ ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ ഞാനത് കാണിക്കാം കേട്ടോ. എനിക്ക് നമ്മുടെ ഈ ടീമിൽ വന്ന സമയത്ത് കുറച്ച് ടഫായി തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ തലയിൽ വെക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതിനെന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. അതെത്ര വെച്ച് കഴിഞ്ഞാലും എൻ്റെ അത് ശരിയാവേ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമായിരുന്നു. പിന്നെ ഞാൻ തന്നെ വെക്കാൻ തുടങ്ങി കേട്ടോ. എന്നാലും ചില സമയത്ത് എനിക്ക് മിസ്റ്റേക്സ് വരാറുണ്ട്. ഇതിന് നമ്മൾ വൈറ്റ് ഷൂ ഇടുന്നുണ്ട്. അതിൻ്റെ ഫുൾ കോസ്റ്റ്യൂം അങ്ങനെയാണ്. പിന്നെ നമുക്ക് കളിക്കാൻ ഒരു സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മളിത് കളിക്കുന്നത്. ഫുൾ അങ്ങനെയാണ് കളിക്കുന്നത്. അപ്പോൾ ഈ ഡാൻസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. ഇനി ബാക്കി ഞാൻ പിന്നെ കാണിക്കാം. അപ്പം എന്തായാലും പോവട്ടെ. വീണ്ടും കറണ്ട് പോയി കേട്ടോ. അപ്പം ചാച്ച. അപ്പം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിറങ്ങി. ഇതാണ് ഓഡിറ്റോറിയം. ഇതിൻ്റെ ഫ്രണ്ട് എനിക്ക് വന്നപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി. ചെക്കനും പെണ്ണും ആ കാറിലാണ് കേട്ടോ. ഇവിടെ റീലെടുക്കണ തിരക്കിലാണ്. അവരപ്പം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റീലാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഇഷ്ടമായി. ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല അവർ കളിക്കുന്ന ഇഷ്ടമായി. വീഡിയോ എടുത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം പൊന്നുമാണ്. എന്തൊക്കെ ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ മഞ്ചേരി പോയിട്ട് നമ്മളെ ഇറക്കും. അവിടെ നമ്മൾ നേരെ വീട്ടിൽ പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 3:45 4 മണീൻ്റെ ഉള്ളിലായപ്പോഴത്തേനും നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ വീട്ടിൽ പെട്ടെന്ന് എത്തും. അതിൻ്റെ ഒരു സമാധാനത്തിലാണ്. സാധാരണ നമുക്ക് ലോങ്ങാണ് കിട്ടാറ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും